നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചലിക്കാനാണ്, മൂവ് ചെയ്യാനാണ്. ഇങ്ങനെ നമ്മുടെ കാല്, കയ്യ് എന്ന ബാഹ്യ അവയവങ്ങൾക്ക് മാത്രമല്ല എക്സർസൈസ് കൊണ്ട് പ്രധാനം. ഈ എക്സർസൈസുകൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹൃദയാരോഗ്യം, നമ്മുടെ ലങ്സ്, നമ്മുടെ കിഡ്നി എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതിനും അതുപോലെ തന്നെ പേശികൾ, ഞരമ്പ് എല്ലാറ്റിനും ഇന്റേണൽ ഓർഗൻസ് എല്ലാറ്റിനും നമുക്ക് എക്സർസൈസ് ആവശ്യമുണ്ട്. ഇനി ഈ എക്സർസൈസ് ചെയ്യാനായിട്ട് സമയമില്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ ആ സമയമില്ല എന്ന് ചിന്തിക്കുന്നവർക്കായി ചില ടിപ്സ് എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത്. നമ്മളത് നമ്മുടെ ബോഡി മൂവ് ചെയ്യണം, എക്സർസൈസ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പല സമയത്തും അത് ചെയ്യാം. കുറച്ച് വഴികൾ ഞാൻ പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. അതായത് സ്കൂളിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഓടുക, ചാടുക എന്നൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ ഈ അടുത്തുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വണ്ടികൾ ഉപയോഗിക്കാതിരിക്കാം. 1 കിലോമീറ്ററൊക്കെ പോകേണ്ട ഒരു കടയിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് വെച്ചാൽ നടന്നു പോകണം. നമ്മൾ പരമാവധി നമ്മുടെ കാലുകൾ ഉപയോഗിക്കണം. പിന്നെ വേറൊരു ഐഡിയ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാം, പഠിക്കാം. നമുക്ക് ഒരു ചെറിയ ഡാൻസ് ചെയ്യാൻ പ്രത്യേക സമയമൊന്നും വേണ്ട. നമുക്ക് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് വെറുതെ ഒന്ന് ശരീരം ഇളക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓഫീസിലേക്ക് ആ സ്റ്റെപ്പ്, വീട്ടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങണ വരെയെങ്കിലും ഒരു ഡാൻസിൽ സ്റ്റെപ്പ് എടുത്തിട്ട് ചെയ്യാം. നമ്മുടെ വീടല്ലേ, നമുക്കത് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പ് ഇടാം. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു പെറ്റ് ഡോഗിനെ ഓടിപ്പിക്കുക, കളിപ്പിക്കുക, നടക്കാൻ കൊണ്ടുപോവുക, ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിന് പകരം അവർക്കും ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം പെറ്റ്സിനെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ഡോഗ്സിനെയും അതുപോലെ തന്നെ ഈ കാറ്റ്സ്, പൂച്ചകളിനെയൊന്നും പേടിയുണ്ടാവും ചില മാതാപിതാക്കൾക്ക്. അതിൻ്റെ രോമം ശ്വസിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെയുള്ളവർക്ക് കോഴി, താറാവ്, മുയല്, പിന്നെ കാട, ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ടായ പോലും കാടക്കിളികളെ വളർത്താൻ കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. അപ്പൊ ഇതൊക്കെ ഫോണിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ആട്, പശു, ഇതൊക്കെ നമുക്ക് ദോഷമില്ല, അതേസമയം ഗുണം ചെയ്യുന്ന പെറ്റ്സാണ്. ലവ് ബേർഡ്സ്, ഇതിനൊക്കെ വളർത്താം. എന്തെങ്കിലും ഒരു പെറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ നിങ്ങൾ ആക്റ്റീവ് ആക്കണം. ഫോണിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് സഹായിക്കുന്ന ഒരു കാര്യമാണ് പെറ്റ്സ് ആനിമൽസ്. പെറ്റ്സ് ആവാം, അല്ലാച്ചെങ്കിൽ വീടിനുള്ളിലേക്ക് ഉപയോഗപ്രദമായ കോഴി, താറാവ്, മുയല് അങ്ങനെയുള്ള അതാവാം. ഈ മുയലിനെയൊക്കെ വളർത്തുമ്പോൾ അതിനെ കൊല്ലണമെന്നൊന്നുമില്ല, ഓമനിച്ച് വളർത്താം. അതേപോലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലിഫ്റ്റ്, എലവേറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ സ്റ്റെയർ കേസ് ഉപയോഗിച്ച് നടന്നിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഈ സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ ക്ലാസ്സിനിടയിൽ തന്നെ നമുക്ക് ഒന്ന് നിവർന്ന് നിൽക്കാം, നിവർന്നിരിക്കാം, ടീച്ചറോട് ആവശ്യപ്പെടാം, ടീച്ചർ ഞങ്ങളൊന്ന് എണീപ്പിച്ച് നിർത്തി ചെറിയൊരു ടേണിങ്, ട്വിസ്റ്റ്, ഇതൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അത് എന്തായാലും ചെയ്തു തരും. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലൊക്കെ ജോലി ഇരുന്നിട്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് എണീറ്റ് നിൽക്കുകയും ചെറിയൊരു കൈയൊക്കെ മുകളിലേക്ക് പൊക്കി ഒരു സ്ട്രെച്ച് എടുക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ നമുക്ക് പ്രിൻസിപ്പളിനോട്, നിങ്ങൾ സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പളിനോട് സൂംബ കളിക്കാനായിട്ട് സമയം തരാനായിട്ട് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബ്രേക്ക് ടൈമിൽ ഒരു 10 മിനിറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു പുഷപ്പോ അല്ലെങ്കിൽ ഒരു ടേണോ അല്ലെങ്കിൽ 2 സ്റ്റെപ്സോ ഇതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഓഫീസിൻ്റെ ടൈമിലും ചെയ്യാം. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മൾ മറ്റുള്ളവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ക്രിട്ടിസൈസ് ചെയ്യും. അത് ഉറപ്പാണ്, അത് വട്ടാണെന്ന് പറയാം.
പക്ഷെ അത് സ്ഥിരമായി നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ തുടർന്നുകൊണ്ടിരിക്കും, നിങ്ങൾ ചെയ്യുന്നതിലേക്ക് അവർ വരും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ചെയ്യുന്നതിലേക്ക് മറ്റുള്ളവർ വരും. ആദ്യമൊക്കെ വട്ടാണെന്നൊക്കെ പറഞ്ഞാലും അവർ നിങ്ങളുടെ പിന്നാലെ തന്നെ വരും. കാരണം നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അവർ ശ്രദ്ധിക്കുന്നു. അപ്പൊ അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കോണിപ്പടികൾ പിന്നെ സാധിക്കുന്നവർക്ക് വേണമെന്ന് വെച്ചാൽ ജിമ്മിന് പോവുകയോ ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ ജിമ്മിന് പോകുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ ആ ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വെയിറ്റൊക്കെയാണ് എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചെറിയ ചെറിയ ടിപ്സാണ് നമ്മുടെ ശരീരം ചലിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു.